അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വരാനിരിക്കുന്ന അർദ്ധവാർഷിക പരീക്ഷ 2025 ഒക്ടോബർ 27 മുതൽ നവംബർ 4 വരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷയുടെ 8 ടൈം ടേബിളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയത് പഠിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ പരീക്ഷ നടക്കുന്നത് 28 ചൊവ്വാഴ്ചയാണ്. 27-നാണ് തുടങ്ങുക. അന്ന് 3, 4 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് 8-ന് പരീക്ഷ ഉണ്ടാവില്ല. ഈ 28-നാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ പരീക്ഷ തുടങ്ങുന്നത് ചൊവ്വാഴ്ചയാണ്. ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് 12 പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അതിലുള്ള ചോദ്യങ്ങൾ നന്നായി പഠിക്കുക. ദുറൂസുൽ ഇഹ്സാനിലൊക്കെ നല്ലപോലെ ചോദ്യങ്ങൾ വരുന്നതാണ്. പിന്നെ അതുപോലെ 30-ാം തീയതിയാണ് പിന്നെ പരീക്ഷ. അന്ന് വ്യാഴാഴ്ചയാണ്. വിഷയം ഫിഖ്ഹാണ്. ഫിഖ്ഹിൽ നിന്ന് നമ്മൾ മയ്യത്ത് നിസ്കാരവും മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. 11 പാഠങ്ങളുണ്ടാകും. പിന്നെ അതുപോലെ 1-ന് ശനിയാഴ്ച താരീഖാണ് വിഷയം. 1-ാം തീയതി ശനിയാഴ്ച താരീഖാണ് വിഷയം. താരീഖിൽ നിന്ന് 10 പാഠങ്ങളാണ്. നമ്മൾ ഓരോ സഹാബികളുടെയും കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അതിൽ അവരുടെ വയസ്സുകളും വഫാത്തായതും അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടതും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരുകൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ 3-ാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ലിസാനാണ് വിഷയം. ലിസാന് 8 പാഠം വരും. പരീക്ഷയ്ക്ക് 8 പാഠങ്ങൾ. വല്ലാതെ ടഫില്ല, സിമ്പിളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യമായിട്ട് അൽഫാദുകൾ എഴുതാനുണ്ടാകും, ചിലപ്പോൾ സർഫാക്കാനുണ്ടാകും, തസ്രീഫ് ഉണ്ടാകും, അൽഫാദ് എഴുതാനുണ്ടാകും. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി.